ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ മാവേലിക്കര മണ്ഡലത്തിലെ കൊട്ടാരക്കരയിൽ നിന്ന് കാണാം. ഞാൻ അരുൺകുമാർ, നമുക്കൊപ്പം ജാക്കി. യാത്ര ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ്, കൊട്ടാരക്കരയിലാണ്. പ്രേക്ഷകർക്ക് ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും, കൊട്ടാരക്കരയിലെ വളരെ സുന്ദരമായ ഐശ്വര്യമായ ഗണപതി ക്ഷേത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. വെൽക്കം ടു റിപ്പോർട്ടർ അശ്വമേധം. എത്ര കാലമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി? 10-15 വർഷമായി. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും ആ ഉണ്ണിയപ്പത്തിന് രുചി മാറിയേയില്ല. എങ്ങനെയാ മൊത്തത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം മാവേലിക്കരയില്? യുഡിഎഫിന് സാധ്യതയുണ്ട്. സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ്. സുരേഷിന് നമസ്കാരം. ഈ പാർലമെന്റിൽ മാവേലിക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനമന്ത്രിയായി ആര് വന്നാലും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷായിരിക്കും. ലോക്സഭാ അംഗമായി. പക്ഷെ അദ്ദേഹത്തിന് ഒരു പരിഭവമുണ്ട് നമ്മുടെ സർവേയുടെ കാര്യത്തിലൊക്കെ. കാരണം ഈ മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഈ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രമിച്ചു. പക്ഷേ തിരിച്ചൊരു പ്രചരണം നടക്കുന്നുണ്ടോ? അരുൺ വായിച്ചു നോക്കൂ. ഇത് 2019 മാവേലിക്കര വോട്ടർമാരുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ച നേർക്കാഴ്ച, വികസനത്തിന്റെ നേർക്കാഴ്ച. കേരളത്തിലെ 20 എംപിമാർ ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. ഈ എംപിമാരെ പരിശോധിച്ച് നോക്കുമ്പോൾ MP ഫണ്ട് അതെങ്ങനെ അതിന്റെ ഗുണഭോക്താക്കളെ എത്തിക്കും നന്നായി അറിയാവുന്ന ഒരാളാണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഞാൻ 991 മുതൽ ഇന്നത്തെ എംപിമാരെല്ലാം പുതിയ ആളുകളാണ്. 900 എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഫേക്ക് വാർത്തയാണ്. ഞാൻ എന്റെ എതിരാളികളെ ഈ അവസരത്തിൽ അവരോട് പറയുന്നു, ഈ 6.5 കോടി രൂപ ഞാൻ ലാപ്സാക്കി എന്ന് അവർക്ക് തെളിയിക്കാൻ ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം. ഞാനും ജാക്കിയും യാത്ര തുടങ്ങി ഇപ്പോൾ ഇന്നിപ്പോൾ 16 ദിവസങ്ങളാവുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ വിവിധ നേതാക്കൾ, വിവിധ വാഗ്ദാനങ്ങൾ, വിവിധ പരാമർശങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി നമ്മൾക്ക് കാണേണ്ടത് മാവേലിക്കര മണ്ഡലത്തിലെ CP സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനായ C അരുൺകുമാറിനെയാണ്. കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ സജീവമായതോടുകൂടി മത്സരം കടുക്കുമെന്നൊരു പ്രതീതിയാണ് പൊതുവെ ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. എങ്ങനെയാ ആത്മവിശ്വാസം? ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ കിട്ടിയ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച രീതിയിൽ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച MP ആണ് താൻ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ചെലവഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം എന്ന് ഏറ്റെടുക്കുന്ന വെല്ലുവിളി. നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാലേ ഇപ്പൊ എന്റെ ഇരിക്കുന്ന ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. നേർക്കാഴ്ച 2019 അതിനുശേഷം നമ്മളിപ്പോ നിൽക്കുന്നത് 24 കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അനുവദിച്ചിട്ട് കാര്യമില്ല. 23 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ തുടർന്ന് വരണം. നമ്മളിവിടെ കണ്ട ഒരു സാധനം 2019 നമ്മൾ തിരിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത് ഈ 2019 ശേഷമുള്ള ഈ 5 കൊല്ലക്കാലത്തെ സാധനം കൊണ്ടുവരട്ടെ. രാഷ്ട്രീയം ഇവിടെ എനിക്ക് തോന്നുന്നത് കൊടിക്കുന്നിലിന് അനുകൂലമാണെന്ന് തോന്നുന്നു. അടുത്ത മത്സരമായിരിക്കും. അരുണാണ്, നല്ല ഫൈറ്റിംഗ് ആണ്. അരുണിന് അനുകൂലമായ ഒരു വികാരം മണ്ഡലത്തിലുണ്ട്. UDF-നാണ്. കൊടിക്കുന്നിലിന് സാധ്യതയുണ്ട്. എത്ര വയസ്സാണ് അമ്മമാര് പോലും വെച്ചെടുക്കുന്നു. മരുന്ന് വാങ്ങാൻ പോലും തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. എങ്ങനെയാണ് രാഷ്ട്രീയ അന്തരീക്ഷം? കൊടിക്കുന്നിൽ സുരേഷ് സാധ്യതയുണ്ട് തുടർച്ചയായി. അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്.